ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? അമ്മ ഒരു ഇന്ത്യ പ്രസിഡന്റിനെയാണ് വരയ്ക്കുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഇത് വരയ്ക്കുന്ന ആട് എളുപ്പത്തിൽ ആണ് ചെയ്തത്. എല്ലാവരും ഇത് വരയ്ക്കണേ. എല്ലാവരും ഇത് ഇന്ത്യ പ്രസിഡന്റാണ്, എല്ലാവരും വരയ്ക്കണേ. മേഡമാണ് വരയ്ക്കുന്നേ. ഫ്രണ്ട്സ്, മോൻ ഇൻട്രൊഡക്ഷൻ പറയണമെന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം കൊടുത്തതാണ്. അപ്പോൾ അവ ഏകദേശമൊക്കെ പറഞ്ഞ് മാഡത്തിൻ്റെ പേര് മാത്രം അവന് പറയാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ പോർട്രേറ്റ് വർക്കാണ്. നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻ്റായ ദ്രൗപദി മുർമുയുടെയാണ് നമ്മൾ വരയ്ക്കാൻ പോണത്. അതും വളരെ ലളിതമായിട്ടുള്ള ഔട്ട്ലൈനുകൾ ഇട്ടാണ് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഏറ്റവും മുകൾ ഭാഗം തൊട്ടേ നമ്മൾ ഔട്ട്ലൈൻ ഇട്ട് ഒരു ഹെയർ തൊട്ട് ഔട്ട്ലൈൻ ഇട്ട് താഴോട്ട് തന്നെ, അതുപോലെ കണ്ണ്, മൂക്ക്, ചുണ്ട്, ഇത്രയും പോർഷനുകൾ നമ്മൾ ഔട്ട്ലൈൻ ഇട്ട് ഓരോ ലൈനിനും ഉണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം. അപ്പോൾ അതനുസരിച്ച് വളരെ ശ്രദ്ധിച്ച് തന്നെ നമ്മൾ ഈ പോർട്രേറ്റ് എന്ന് പറയുന്നത് ചെയ്യേണ്ടത്. ഒരു പിക്ചർ നമ്മളത് കണ്ടാൽ നമുക്ക് എളുപ്പമാണ് തോന്നിയതെങ്കിൽ അത് വളരെ ടഫായിട്ട് തന്നെ അത്രയും സ്ട്രെസ് എടുത്ത് നമ്മൾ ചെയ്താൽ മാത്രമേ ആ ഒരു പിക്ചറായിട്ട് നമ്മുടെ കയ്യിലെത്തത്തുള്ളൂ. കാരണം അത്രയും ക്ഷമയോടെ ഇരുന്ന് ഓരോ വരകളും നമ്മളത് ചെയ്ത് തീർത്താൽ മാത്രമേ ആ ഒരു പിക്ചറിൻ്റെ ഒരു പ്രിൻ്റ് ആണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ സെയിം ടു സെയിം തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്ര എഫേർട്ട് നമ്മൾ എടുക്കണം. ഇതെന്ന് വെച്ചാൽ ആ ഷെയ്ഡും എല്ലാം പ്രത്യേകിച്ചെന്ന് വെച്ചാൽ ആ ചുണ്ട്, മൂക്ക്, ഈ ഒരു ഭാഗങ്ങൾ കറക്റ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് നല്ലൊരു എഫേർട്ട് തന്നെയാണ്. അതുപോലെ തന്നെയാണ് കണ്ണിൻ്റെ ഏത് പോർഷനും ചെറിയ അടയാളങ്ങൾ പോലും നമ്മൾ അതേപോലെ തന്നെ പ്രിൻ്റ് ചെയ്തെടുക്കത്തക്ക വിധത്തിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അത്രയും ഒരു എഫേർട്ട് നമ്മൾ എടുക്കണമെങ്കിൽ മാത്രമേ ഈ പോർട്രേറ്റ് എന്നൊരു സബ്ജക്റ്റ് നമ്മുടെ കയ്യിലെത്തത്തുള്ളൂ. ആ ഒരു സബ്ജക്റ്റ് നമ്മുടെ കിട്ടിയാൽ അത് വളരെ മനോഹരമായിട്ടുള്ളൊരു സബ്ജക്റ്റ് തന്നെയാണ്. കാരണം ഈ ഡ്രോയിങ്ങിൽ വെച്ച് ഏറെ ഇഷ്ടപ്പെട്ടൊരു സബ്ജക്റ്റ് എനിക്ക് പോർട്രേറ്റ് തന്നെയായിരുന്നു. മുൻപേ അങ്ങനെ തന്നെയാണ്. കാരണം ഓരോ പിക്ചർ നമ്മൾ കാണുമ്പോൾ നമുക്കത് വരയ്ക്കണമെന്നുള്ളൊരു ടെൻഡൻസി നമുക്കുണ്ടായി വരും. ഈ ഒരു പോർട്രേറ്റ് വരയ്ക്കും തോറും നമുക്ക് ആ ടെൻഡൻസി ഉണ്ടാകും. നമ്മൾ ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ ഏതെങ്കിലും കുഞ്ഞുങ്ങളുടെയോ അല്ലെങ്കിൽ അങ്ങനെ ഇരുന്ന് ഉള്ള മോഡൽസുകൾ ഇരുത്തിക്കൊണ്ട് മോഡൽസുകൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഏത് പോർട്രേറ്റും അനായാസേന നമുക്ക് പതുക്കനെ കൊണ്ട് അത് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് എന്ന് പറയുന്നത്. ആ ഒരു ഫിഗർ നമ്മളെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഫിഗർ കണ്ടാലും നമുക്ക് അതേപോലെ തന്നെ ഒപ്പിയെടുക്കാനുള്ളൊരു ടെൻഡൻസി നമ്മളിൽ വളർന്നു വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് പോർട്രേറ്റ് എല്ലാവരും ഒന്ന് കഴിവുള്ളവരും അല്ലാത്തവർക്കും അത് പരിശ്രമിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഓരോ ലൈൻസുകൾ അതേപോലെ നമുക്ക് ചെയ്യാനും പറ്റും. അതുപോലെ അതിൽ കൊടുത്തിരിക്കുന്ന ഷെയ്ഡുകൾ കറക്റ്റ് അതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റുന്നതാണ്. ഇതിപ്പോൾ കളറിങ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വെറും ഔട്ട്ലൈൻ മാത്രമേ ഇട്ട് പെട്ടെന്ന് പോകാവുന്നതേ ഉള്ളൂ. അപ്പം ഇതെല്ലാവരിലും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ ഒരു ഷെയ്ഡും കൂടി ഇട്ടിട്ട് വരുന്നത്. അപ്പം അതിൽ കിടക്കുന്ന ആ ഒരു ഷെയ്ഡ് അതേപോലെ തന്നെ നമ്മൾ ഇതിലോട്ടും കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ കളറിങ് ഇടുന്നതുകൊണ്ടാണ് റഫ് ഷെയ്ഡിങ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പം ആ ഒരു റഫ് ഷെയ്ഡിങ് കൊണ്ട് നമുക്ക് എവിടെയൊക്കെ ഡാർക്ക് ആൻഡ് ലൈറ്റ് കൊടുക്കാം എന്നുള്ളത് കൂടി അറിയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഷെയ്ഡ് ഇട്ട് കാണിക്കുന്നത്. നമുക്കിത് പതുക്കെ നമുക്കത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സബ്ജക്റ്റാണ്. മുൻപേ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു മാഡത്തിന് വരയ്ക്കണം, ഔട്ട്ലൈൻ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ഈ ഔട്ട്ലൈൻ ഇട്ടത്. ഇനി ഇത് ഇപ്പോൾ ഔട്ട്ലൈൻ ഇട്ട് കഴിഞ്ഞാൽ അക്ലിക് കളറാണ്, കുറച്ച് ബ്രൗണിഷ് കളർ. ഞാൻ അത്രയും ബ്രൗൺ കൊടുത്തില്ല, പക്ഷേ ഇത് ബ്രൗൺ പ്ലസ് ഓറഞ്ച് ഇട്ടാണ് ഈ കളർ കൊടുത്തത് ഔട്ട്ലൈൻ ഇട്ട്. പിന്നെ അതിന് നല്ല ഡാർക്ക് ലാസ്റ്റ് നല്ല ഡാർക്ക് കൊടുക്കാനായിട്ട് ലിറ്റിൽ റെഡ്, ഓറഞ്ച്, ബ്രൗൺ, ലിറ്റിൽ ബ്ലാക്ക് ഇത്രയും കൊടുത്ത് വാഷ് ചെയ്തിഞ്ഞെടുത്തപ്പോഴാണ് ഹൈ ഡാർക്കായിട്ട് വന്നത്. അല്ല, വാഷ് ചെയ്തിഞ്ഞെടുത്ത് ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അത് പിന്നെ
വാഷ് ചെയ്തെടുത്തു. മുകൾ ഭാഗം തൊട്ട് ആ ഫേസിൻ്റെ മുകൾ ഭാഗം തൊട്ട് താഴെ വരെ അത് വാഷ് ചെയ്ത് എടുത്തപ്പോഴാണ് കറക്റ്റ് ആ ഒരു കളറിൻ്റെ കോമ്പിനേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞത്. അതുവരെ നമ്മൾ ഈ ഇടേണ്ട ഹെയറിന് തന്നെ ആദ്യമേ ബ്ലാക്ക്, നമ്മൾ ഒരിക്കലും ബ്ലാക്ക് കംപ്ലീറ്റ് അതേപോലെ വാരി കളർ ചെയ്യാറില്ല. ബ്ലാക്കല്ല, അതിൽ ഏത് കളറാണോ പ്രതിഫലിച്ച് നിൽക്കുന്നത് ആ ഒരു കളർ വേണം എല്ലായിടവും നമുക്ക് ഇടാൻ. കുഴപ്പമില്ല. ചെറിയ ബ്രഷ് 0 ബ്രഷ് വെച്ച് ഓരോ ഇഴകളായിട്ട് നമുക്ക് ഔട്ട്ലൈൻ ഇട്ടിട്ട് ചെയ്ത് രാത്രി ചെയ്തുകൊണ്ട് അത്രയും ക്ഷമയോടെ ഞാൻ ഇരുന്നില്ല. കുറച്ച് സ്പീഡിന് ചെയ്ത് പോകേണ്ടി വന്ന്. കാരണം പോർട്രേറ്റ് ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ രാവിലെ നമ്മൾ അതേന്നും പറഞ്ഞ് നമുക്ക് ഇരിക്കാനും പറ്റത്തില്ല. അപ്പോൾ ഫുൾ ടൈം രാത്രി ആയിരിക്കും അത്രയും ടൈം ഇരുന്ന് ആ ഒരു സമയത്തിന് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല ഹൈ ഡാർക്ക്, നല്ല ഡാർക്കാണ് ആ ഫേസിന്. പക്ഷേ വളരെ മനോഹരമായ കൈൻഡ്ഫുള്ളായിട്ടുള്ളൊരു മാം തന്നെയാണ്. അപ്പം അത് സത്യത ഇതൊക്കെ നമ്മളെ മനസ്സിലോട്ട് അത്രയ്ക്കത് പിടിച്ച് എടുക്കുന്ന ഒരു കഥാപാത്രമായിട്ട് വരുമ്പം അത് വരയ്ക്കണമെന്നുള്ളൊരു ടെൻഡൻസി നമുക്കുണ്ടായി വരും. അതുപോലെ തന്നെ നമ്മുടെ പ്രൈം മിനിസ്റ്ററെ വരയ്ക്കണമെന്നുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് വരച്ചെടുക്കുക. ആ പോർട്രേറ്റിനോടുള്ളൊരു ആ ഒരു ടെൻഡൻസി അത് നമ്മളിലുണ്ട്. അതുപോലെ നല്ല രീതിയിൽ ടാലൻറ്റഡ് ആയിട്ട് വരും. നമ്മൾ ഇതുപോലെ ഔട്ട്ലൈൻ ഇട്ട് അതിന് കളർ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ടാലൻറ്റ് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള പേഴ്സണെ നമുക്ക് പെട്ടെന്ന് തന്നെ ഔട്ട്ലൈൻ ഇട്ട് ചെയ്യാനുള്ളൊരു കഴിവ് ഇതിൽ നിന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. കണ്ടില്ലേ, ഓരോ കളറും ഷെയ്ഡും കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ഹെയറിൻ്റെ ഷെയ്ഡ്, ഹെയറിൻ്റെ അതിൽ ആ ഒരു പിക്ചറിൽ കണ്ട കണക്കുള്ള ഷെയ്ഡുകൾ അതേപോലെ തന്നെ ചെറിയ നേർത്ത ബ്രഷ് കൊണ്ട് ഓരോ നരയുടെ ഓരോ ലൈൻസുകളും വളരെ സാവകാശം നമുക്ക് ഒരു ലൈൻ ബൈ ലൈനായിട്ട് നമുക്ക് വരച്ചെടുക്കാം. ആ ഒരു വരയ്ക്കുമ്പം തന്നെ നമ്മൾ അത്രയ്ക്ക് ഇൻട്രസ്റ്റഡ് ആവും. ആ ഒരു പിക്ചർ നോക്കിയിട്ട് ഓരോ ഇഴകളായിട്ട് നമുക്ക് ഒരുപാട് വെള്ളത്തോടെയല്ല നമ്മളതിൽ ചെയ്യുന്നത്, വളരെ ലൈറ്റായിട്ടാണ്. ഇതുപോലെ നമ്മൾ ഓരോ പോർഷനും അത്രയും പ്രാധാന്യത്തോടെ ചെയ്താൽ മാത്രമേ അത് പ്രിൻ്റഡായിട്ട് നമ്മുടെ കയ്യിൽ വരൂ. അത്രയും ക്ഷമയോടെ, കുറച്ച് സമയം എടുക്കും, അത്രയും ക്ഷമയോടെ നമ്മളത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നൈസ് ബ്രഷ് വെച്ച് നമുക്ക് വളരെ സ്മൂത്തായിട്ടുള്ള, കണ്ടില്ലേ, വളരെ മനോഹരമായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ആ ഡ്രസ്സിൻ്റെ ആയാലും എല്ലാം വിത്ത് ഷെയ്ഡഡാണ്. ഇതുപോലെ ആ ഒരു കഴുത്തിൻ്റെ ആ ഷെയ്ഡും ഡാർക്ക് ആൻഡ് ലൈറ്റും ചെയ്തപ്പോൾ മനോഹരമാക്കി.